നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ നടന്റെ മകൻ ജെയ്സൺ സഞ്ജയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ജെയ്സൺ സഞ്ജയ്. വിജയും മകനും ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ടിട്ട് ഏറെക്കാലമായി. മകൻ ജെയ്സൺ സഞ്ജയുടെ വലിയ പിന്തുണ സംഗീതയ്ക്കുണ്ട്. അച്ഛന്റെ പേര് പോലും തന്റെ പേരിൽ നിന്ന് ജെയ്സൺ നീക്കി. അതേസമയം എന്തൊക്കെയായാലും മകൻ തന്നെയല്ലേ. വിജയുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകുമെന്നാണ് ആരാധകരുടെ വാദം. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മറ്റൊരു ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള ജെയ്സൺ സഞ്ജയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനാണെങ്കിലും അതിന്റെ ഗമയൊന്നുമില്ലാതെ സാധാരണക്കാരനെ പോലെയാണ് ജെയ്സണിന്റെ പെരുമാറ്റമെന്ന് ആരാധകർ പറയുന്നു. ജെയ്സണിന്റെ നടത്തം പോലും വിജയെ പോലെയാണെന്നും സിനിമകളിൽ അച്ഛന്റെ ചെറുപ്പകാലം ചെയ്യാൻ ജെയ്സൺ അനുയോജ്യനാണെന്നും അഭിപ്രായങ്ങളുണ്ട്. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ജെയ്സൺ ഇടപഴകുന്നത്. വലിയ സംഭവ വികാസങ്ങൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെന്നും ഇതൊന്നും താരപുത്രനെ മാനസികമായി തളർത്തിയിട്ടില്ല. സിഗ്മ എന്ന തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത് പൂർത്തിയാക്കിയ ജെയ്സൺ ഇത് റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ജെയ്സൺ സഞ്ജയ് വി എന്നായിരുന്നു താരപുത്രൻ നേരത്തെ ഔദ്യോഗികമായി ഉപയോഗിച്ചിരുന്ന പേര്. എന്നാൽ ഇപ്പോൾ ജെയ്സൺ സഞ്ജയ് എസ് എന്നാണ് പേര്. എസ് സംഗീതയെ സൂചിപ്പിക്കുന്നതാണെന്നാണ് വിവരം. നേരത്തെ ജെയ്സൺ പിതാവിനെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അൺഫോളോ ചെയ്തിരുന്നു. വിജയ്ക്കെതിരെ ആരെന്ത് നീക്കം നടത്തിയാലും ഇവരെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപിക്കുന്ന ഫാൻസ് ഏറെയാണ്. എന്നാൽ ഇത്തവണ വിജയുടെ തന്നെ കുടുംബമായതിനാൽ ഇവർക്കെതിരെ അധികം സംസാരിക്കാൻ ആരാധകർക്ക് പറ്റുന്നില്ല. 2 മക്കൾക്ക് ജന്മം നൽകി അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം ഉപേക്ഷിച്ച വിജയ് കുറഞ്ഞപക്ഷം മക്കളുടെ സാമ്പത്തിക ഭദ്രതയെങ്കിലും ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അത് ഔദാര്യമല്ല എന്നും വിമർശനമുണ്ട്. തനിക്ക് അർഹമായ ജീവനാംശം നൽകണമെന്ന് സംഗീത തന്റെ ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട്. ലണ്ടനിലെ കുടുംബമാണ് സംഗീതയുടേത്. പിതാവിന്റെ പേര് സ്വർണലിംഗം. ശ്രീലങ്കൻ തമിഴിലാണ് സംഗീതയുടെ കുടുംബം. സംഗീത ജനിച്ചു വളർന്നത് ലണ്ടനിലാണ്. വിജയെ വിവാഹം ചെയ്ത ശേഷമാണ് സംഗീത ചെന്നൈയിലേക്ക് താമസം മാറുന്നത്. വിജയുടെ ആരാധികയായിരുന്നു സംഗീത. നിയമപരമായി ഇപ്പോഴും വിജയുടെ ഭാര്യയാണ് സംഗീത. 2 പതിറ്റാണ്ടിലേറെ വിജയുടെ ഭാര്യയായി ജീവിച്ച സംഗീതയെ എത്ര എളുപ്പത്തിൽ വിജയുടെ കുടുംബം അവഗണിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. മക്കളും വിജയിൽ നിന്നും അകലം പാലിക്കുകയാണ്. മകൻ ജെയ്സൺ സഞ്ജയ് വിജയോട് സംസാരിക്കാറ് പോലുമില്ല എന്നാണ് വിവരം. സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഒരു നടിയുമായുള്ള വിജയുടെ ബന്ധമാണ് തന്റെ വിവാഹ ബന്ധം തകരാൻ പ്രധാന കാരണമായി സംഗീത പറയുന്നത്. തന്നെ പൂർണ്ണമായും വിജയ് അവഗണിച്ചുവെന്നും സംഗീത ആരോപിക്കുന്നുണ്ട്. അകന്ന ശേഷം തനിക്ക് സാമ്പത്തിക യാത്രാ വിലക്കുകൾ ഉണ്ടായി. മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ കുറഞ്ഞു. പ്രശ്നങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയ് ഒഴിഞ്ഞു മാറി. നടിയുമായുള്ള ബന്ധം നിർത്തുമെന്ന് പറഞ്ഞിട്ടും അത് തുടർന്നുകൊണ്ടിരുന്നു എന്നും സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട്. അതേസമയം 2019 മുതൽ വിജയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിസ്റ്റാണ് ജഗദീഷ് അശ്വതി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടനായും രാഷ്ട്രീയക്കാരനായും വിജയ്ക്കൊപ്പം പ്രവർത്തിച്ച അനുഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മാന്യനാണ്. ചുറ്റുമുള്ള എല്ലാവരോടും ക്ഷമയോടെയാണ് പെരുമാറുന്നത്. മുടി ഒതുക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ നല്ല രീതിയിൽ ക്ഷമയുണ്ട്. അദ്ദേഹം ശാന്തനാണ്. ഒപ്പം ചുറ്റുമുള്ള ആളുകളെ എപ്പോഴും പരിഗണിക്കാറുമുണ്ട്. ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മധുരമായി പെരുമാറുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ മുഖ്യമന്ത്രിയായതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ജഗദീഷ് പറഞ്ഞത്. 2019 ബിഗിൽ എന്ന ചിത്രത്തിലാണ് ജഗദീഷ് ആദ്യമായി വിജയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ബീസ്റ്റ്, മാസ്റ്റർ, ലിയോ, വാരിസ്, ഗോട്ട് കൂടാതെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനനായകൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലും ചടങ്ങുകളിലും ഓഡിയോ ലോഞ്ചുകളിലും ഇദ്ദേഹം തന്നെയാണ് വിജയുടെ മുടി സ്റ്റൈൽ ചെയ്തത്. അതേസമയം വിജയ് സംഗീത വിവാഹ ബന്ധത്തിൽ പ്രശ്നമായത് തൃഷയുടെ സാന്നിധ്യമാണെന്നും പലരും ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നാണ് വിവാഹ മോചന ഹർജിയിലെ ആരോപണം. 2021 ഈ ബന്ധത്തെക്കുറിച്ച് താൻ അറിഞ്ഞതെന്നും അവർ വെളിപ്പെടുത്തുന്നു. 5 വർഷത്തിലേറെയായി പിരിഞ്ഞാണ് തങ്ങൾ താമസിക്കുന്നതെന്നും സംഗീത പറഞ്ഞിരുന്നു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു നടിക്ക് വിജയുമായുള്ള വിവാഹേതര ബന്ധത്തെക്കുറിച്ച് സംഗീത സംസാരിക്കുന്നുണ്ട്. ഈ നടി തൃഷയാണെന്നാണ് സംസാരം. ഇത് ശരിവെക്കുന്നതാണ് ഏറ്റവും പുതിയ തൃഷയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും. കറുപ്പ് സിനിമയുടെ വിജയത്തിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതായിരുന്നു തൃഷ.
പോസ്റ്റിൽ വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയവും സൂചിപ്പിക്കുന്നുണ്ട്. മാജിക്കൽ മെയ് മാസം തനിക്കൊരു വിജയം കൂടി തന്നെന്നാണ് തൃഷയുടെ ക്യാപ്ഷൻ. ദൈവം തന്ന വിജയമാണിതെന്നും തൃഷ കുറിച്ചു. വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയം തന്റെ വിജയമായി തൃഷ കാണുന്നത് പലരെയും അമ്പരപ്പെടുത്തുന്നു. ഇപ്പോഴും വിജയ് സംഗീതയുടെ ഭാര്യയാണ്. മുഖ്യമന്ത്രിയുമായുള്ള വിജയുടെ സത്യപ്രതിജ്ഞയിൽ തൃഷ എത്തി. സംഗീതയും മക്കളും ഇല്ലായിരുന്നു. സംഗീതയുടെ സ്ഥാനം ഇപ്പോഴേ തൃഷ എടുക്കുന്നത് സംഗീതയ്ക്കുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്ന അഭിപ്രായങ്ങളുണ്ട്. വിജയ് ബന്ധമുള്ള നടിക്കൊപ്പം വിദേശയാത്രകൾക്കൊപ്പം മറ്റും പോകുന്നത് തനിക്കും മക്കൾക്കും അപമാനമുണ്ടാക്കിയെന്ന് സംഗീത തന്റെ ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ 43-കാരിയായ തൃഷയ്ക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നും ചോദ്യങ്ങളുണ്ട്. അതേസമയം സംഗീതയുടെ ഒപ്പം കഴിഞ്ഞ വിജയ് അല്ലേ അത് മനസ്സിലാക്കേണ്ടതെന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. തൃഷയുടെ പരോക്ഷ സൂചനകളും ആഘോഷവും എല്ലാം ജൂൺ 15-ന് ശേഷം അവസാനിച്ചേക്കുമെന്നും വാദമുണ്ട്. കാരണം സംഗീത സമർപ്പിച്ച ഡിവോഴ്സ് പെറ്റീഷൻ ജൂൺ 15-ന് ചെങ്കൽപ്പേട്ട കോടതി പരിഗണിക്കും. വിജയും സംഗീതയും നേരിട്ട് കോടതിയിൽ ഹാജരാകണം. വീഡിയോ കോൺഫറൻസിൽ വരാമെന്ന വിജയുടെ ആവശ്യം കോടതി തള്ളി. കോടതി വാദത്തിന് ശേഷം സംഗീത മാധ്യമങ്ങളെ കാണുമെന്ന് പലരും കരുതുന്നു. കാരണം സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. വിജയും നടിയും തമ്മിലുള്ള ബന്ധത്തിന് തെളിവുകളുണ്ടെന്നും ആവശ്യമെങ്കിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കും എന്നുമാണ് പെറ്റീഷനിൽ പറഞ്ഞത്. പെറ്റീഷൻ പുറത്തു വന്ന ശേഷം തൃഷയിൽ നിന്നും വിജയിൽ നിന്നും ഇത്രയും പ്രകോപനങ്ങൾ ഉണ്ടായതിനാൽ സംഗീതയും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. റിപ്പോർട്ടുകൾ പ്രകാരം വിജയിൽ നിന്നും മകൻ ജെയ്സൺ സഞ്ജയ് അകലം പാലിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും വിജയെ ജെയ്സൺ അൺഫോളോ ചെയ്തു. പേരിൽ നിന്നും അച്ഛന്റെ പേര് നീക്കുകയും ചെയ്തു. അച്ഛന്റെ പിന്തുണയില്ലെങ്കിലും ജെയ്സണിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ലണ്ടനിലെ ധനിക കുടുംബമാണ് സംഗീതയുടേത്. വിജയ് ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറിയിട്ടും മങ്ങലായി സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1999-ലാണ് വിജയും സംഗീതയും വിവാഹിതരാകുന്നത്. ലണ്ടനിൽ താമസിക്കുന്ന ബിസിനസ്സുകാരനായ സ്വർണ്ണലിംഗത്തിന്റെ മകളാണ് സംഗീത. ശ്രീലങ്കൻ വംശജനാണ് സംഗീതയുടെ അച്ഛന്റെ കുടുംബം. എന്നാൽ അവർ ജനിച്ചതും വളർന്നതുമെല്ലാം ലണ്ടനിൽ തന്നെയാണ്. പൂവേ ഉനക്കാകെ എന്ന സിനിമ കണ്ടാണ് വിജയോട് ഇഷ്ടം തോന്നുന്നത്. ആ ഇഷ്ടം കൂടിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ലണ്ടനിൽ നിന്ന് ചെന്നൈ വരെ സംഗീത യാത്ര ചെയ്തു. ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗിലായിരുന്നു വിജയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. സംഗീതയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ട വിജയ് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പലപ്പോഴും വിജയ്ക്ക് കത്തുകൾ എഴുതുകയും ചെയ്തിരുന്നു. സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലെത്തി. ഹിന്ദു ക്രിസ്ത്യൻ ആചാരങ്ങളോടെയായിരുന്നു വിവാഹം. വിവാഹശേഷവും വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകന്നു നിന്നയാളാണ് സംഗീത. സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നും അവർ പങ്കെടുത്തതേയില്ല. കുടുംബത്തിന്റെ കാര്യവുമായി തിരക്കുകളിലായിരുന്നു അവർ. വിജയുമായി പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ സംഗീത ലണ്ടനിലേക്ക് പോയി. നിലവിൽ കുടുംബ ബിസിനസ് കൈകാര്യം ചെയ്യുന്നതും അവർ തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 400 കോടിയിലേറെയാണ് അവരുടെ ആസ്തി. 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. വിജയുടെ വേട്ടക്കാരൻ എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മകൻ ജെയ്സൺ സഞ്ജയ്. മകൾ ദിവ്യ സാഷ തെരിയിലും അഭിനയിച്ചു. നിലവിൽ സിഗ്മ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ജെയ്സൺ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.